നമസ്കാരം. ഉത്തർപ്രദേശിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടുന്നതിനു വേണ്ടി ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘം. സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന 13,000 മദ്രസകൾ ഉണ്ട് എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നിയമവിരുദ്ധ മദ്രസകളിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ അതിർത്തിയിലാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള അനധികൃത മദ്രസകൾ നേപ്പാൾ അതിർത്തിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. മഹാഗഞ്ച്, ശ്രാവസ്തി, ബെഹ്റൈഞ്ച് എന്നിവ ഉൾപ്പെടെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന 7 ജില്ലകളിലാണ് ഈ മദ്രസകളിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണവും സ്ഥിതി ചെയ്യുന്നത്. ഓരോ അതിർത്തി ജില്ലകളിലും ഇത്തരത്തിലുള്ള 500ഓളം മദ്രസകളുണ്ട്. SIT അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ മദ്രസകളിൽ നിന്നും സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്ന രേഖകൾ ഇതിനു മുൻപ് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കൃത്യമായ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്ന രേഖകൾ നൽകാൻ ഈ മദ്രസകൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ മദ്രസകളുടെ നിർമ്മാണത്തിലൂടെ തീവ്രവാദ ഫണ്ട് വകമാറ്റുന്നുണ്ട് എന്ന സംശയം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇതൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തത്. എന്തായാലും ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന എല്ലാ മദ്രസകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് സമഗ്രവും സൂക്ഷ്മവുമായ അന്വേഷണം നടത്തണം എന്നതായിരുന്നു യോഗി സർക്കാർ നൽകിയ ഒരു നിർദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയതും ആ ടീമിന്റെ അന്വേഷണത്തിലൊടുവിലാണ് ഈ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന അനധികൃതമായി പ്രവർത്തിക്കുന്ന 13,000ഓളം മദ്രസകൾ അടച്ചുപൂട്ടണം എന്ന ഒരു നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മലയാളം.